ഇന്നലെ തൊപ്പി ഉണ്ടല്ലോ നമ്മുടെ ആദില നൂറ വിഷയം എടുത്ത് റിയാക്ട് ചെയ്തു. അയാളുടെ ലൈവിനിടയിൽ ആരൊക്കെ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞതാണ്. ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞൊരു വിഷയമാണ്. എന്നാൽ തൊപ്പി ഈ ഒരു വിഷയത്തിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങളിൽ ആദില നൂറയുടെ ഫാമിലിയെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആദില നൂറയുടെ യഥാർത്ഥ നാട്ടുകാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം. ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത കാര്യത്തിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല. താല്പര്യമില്ലെങ്കിൽ ക്ഷണിച്ച് വരുത്താതിരിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ അവർക്ക് മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ആയി. അതിലന്നൂർക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇത്രയും വലിയൊരു മനുഷ്യനെ എതിരെ ശബ്ദിച്ചാൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ വായടച്ചൊരു മൂലക്ക് ഇരിക്കേണ്ട അവസ്ഥയാണ്. അല്ലാത്ത പക്ഷെ ആദിലൊക്കെ എത്രത്തോളം സംസാരിക്കുന്നത് നമുക്ക് അറിയുന്നതാണല്ലോ അല്ലെ. പക്ഷെ ഈ വിഷയത്തിൽ ഒന്നും പറയാൻ പറ്റാതെ മിണ്ടാതിരിക്കേണ്ടി വന്നു. അത്രയും വലിയൊരു മനുഷ്യനെതിരെ എന്തെങ്കിലും പറഞ്ഞ പണി കിട്ടും എന്നുള്ള ധാരണ കൊണ്ടാകാന്നുള്ളതാണ്. നമുക്ക് എന്തായാലും തൊപ്പി ഈ ഒരു കാര്യത്തിനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു റിയാക്ഷൻ എന്താണെന്നൊന്ന് കാണാം. എല്ലാവരും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, എന്നാലും ഇതൊന്ന് കാണാം. ഫൈസൽ മനോ മലബാർ ബിഗ് ബോസിലെ ഫൈസൽ മനോ മലബാർ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും അല്ല ബിഗ് ബോസ് അല്ല, ഞാൻ പറയട്ടെ, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ ഇൻവൈറ്റ് ചെയ്തു പരിപാടിക്ക്. അപ്പൊ അതിൽ ആദില നൂറിയുള്ള കാര്യം പുള്ളി ഓർത്തില്ല, പുള്ളിയുടെ അറിവോടെ അല്ല അവരവിടെ വന്നതെന്നാ പറയുന്നത്. അപ്പം പെട്ടെന്ന് പുള്ളി ചിലപ്പം ഈ ആദില നൂറിനെ കണ്ടപ്പോ പുള്ളി പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ട് കൈ കൊടുത്ത്, ഞാൻ ആ വീഡിയോ ഉണ്ട്, കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. മനസ്സിലാവും, അവരുമായിട്ട് ഇയാൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇയാൾ കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു വിട്ടു. ഓക്കെ. പിന്നെ ഇയാൾക്ക് കുറെ നെഗറ്റീവ് കമന്റുകളും ഇതും വന്നിട്ടുണ്ടായി. ഈ ആദില നൂറ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലാവും. അല്ല, നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവര് ഹേറ്റേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്. മനസ്സിലായി. ഈ ഹേറ്റേഴ്സ് ചിലപ്പോൾ പോയിട്ട് പുള്ളിനോട് ഇതാക്കിയിട്ടുണ്ടാവും. അപ്പൊ പുള്ളി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്. ഞാൻ പറയുന്ന വെച്ചാൽ ഇതിലെങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഫൈസൽക്ക് എന്താണ് അതിൽ അപമാനിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, അവിടെ അദ്ദേഹത്തിന് മനസ്സിലാവാത്ത കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ റസ്മിൻ ബായ് എന്ന് പറയുന്ന പഴയ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവരെ ക്ഷണിച്ചത് ഈ പറയുന്ന ഫൈസലൊക്കെയാണെന്നുള്ളതാണ്. ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി എന്തായാലും ക്ഷണിക്കാൻ നിൽക്കുന്നില്ല. അതിന്റെ അതോറിറ്റിയും കാര്യങ്ങളൊക്കെ ആൾ വിട്ടുകൊടുത്തിട്ടുണ്ടാവും. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവരൊക്കെ അത് വിട്ടുകൊടുത്തിട്ടുണ്ടാവും. അവര് ക്ഷണിച്ചിട്ടാവും പോയിട്ടുണ്ടാവുക. അല്ലാതെ ഫൈസൽക്ക് നേരിട്ടിട്ട് റസ്മിനെ വിളിച്ച് ആദില നൂറയെ കൊണ്ടുവരണം എന്ന് ഒരിക്കലും പറയില്ല അല്ലെ. അപ്പൊ അവരെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു. ഇത് അവഹേളനമല്ല നടന്നത്, അല്ലെങ്കിൽ അവരെ പുച്ഛിച്ച് തള്ളിയില്ല, പരിഹസിച്ചില്ല എന്നാണ് തൊപ്പി പറയുന്നത്. പക്ഷെ ഒരു പരിഹാസം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ മാന്യമായ രീതിയിൽ അവരെ വരവേറ്റല്ലോ, കൈകൾ കൊടുത്ത് സംസാരിച്ച് അകത്തേക്ക് കയറ്റി വിട്ടു. ഈ ഭാഗം ക്ലിയർ ആണ്. ഇനി ബാക്കിയൊന്ന് കേൾക്കാം. ഒരു ഗസ്റ്റിനെ അയാള് ചിന്തിക്കാത്തൊരു ഗസ്റ്റും കയറി വന്നിട്ട് മുന്നിൽ കയറി വന്നിട്ട് ചിരിച്ചുകൊണ്ട് കൈയെടുത്ത് സ്വീകരിച്ചു. മനസ്സിലായി. അവിടെ മൊത്തം അവരെ ചുറ്റി കാണിച്ചു, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു വിട്ടത് അല്ലെ. അത് എങ്ങനെ ഡിസ്റെസ്പെക്ട് ആവും? അതല്ല ഡിസ്റെസ്പെക്ട് എന്റെ പൊന്നു ബായി, അതല്ല. അത് കഴിഞ്ഞതിന് ശേഷം സംഭവിച്ച കാര്യമാണ്. അതിലേക്ക് വാ താങ്കള്. പിന്നെ അതിന് ശേഷം ഇട്ട പോസ്റ്റ് അത് സമൂഹത്തിനോട് ഞാൻ ഇതിന് അത് മനസ്സിലായി. നമ്മളൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം. നമ്മൾ LGBT കൂടെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ല, ഈ രണ്ട് സ്റ്റാൻഡേ ഉള്ളൂ. ഇതില് ഒരു സ്റ്റാൻഡ് നിൽക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. മനസ്സിലായി. ഇതെന്ന് വെച്ചാൽ ഒരു ടീമിനെ നമ്മൾ ഹേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ടീമിനെ ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, എന്താണ് സ്റ്റാൻഡ് എന്നുള്ളതാണ്. ഇതിൽ താങ്കളുടെ സ്റ്റാൻഡ് ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറയുന്നത്. അതായത് ഈ വിഷയത്തിൽ ഫൈസൽ മലബാർ ഗോൾഡിന് ഇതിൽ ഇന്ന ആളുടെ കൂടെ നിൽക്കണമോ ഇന്ന ആളുടെ കൂടെ നിൽക്കണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാൻ ആരും ചോദിക്കുന്നൊന്നുമില്ലല്ലോ അല്ലെ. അവരാ ഒരു വീട്ടിലേക്ക് വന്നപ്പോ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, കമന്റുകൾ ഇട്ടിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ആൾക്ക് തോന്നിയതാണ്. അയാള് അതിനുശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ സൈഡിൽ ആ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ട്. ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായത്, അതായത് അത് ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ചു കൊടുത്തിരിക്കുകയാണ് അവിടെ അല്ലെ. ആ ഒരു സ്ഥലത്താണ്, ഞാൻ വായിച്ചു തരാം. ഉമ്മ എന്ന ഒരാൾക്കുള്ള ആദരവും സ്നേഹവും അളവില്ലാത്തതാണ്. അമ്മയുടെ സാന്നിധ്യം അത്രമേൽ വിശുദ്ധവും മനോഹരവുമാണ്. അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് എത്ര എഴുതിയാലും മതിയാകില്ല. അമ്മയുടെ പാദങ്ങൾക്കടിയിൽ സ്വർഗമുണ്ടെന്നത് നമ്മൾ എല്ലാവരും ഓർമ്മിപ്പിക്കണം. ഈ ഒരു 2 ദിവസം മുമ്പ്, ഈ വിഷയം കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം ഇട്ടൊരു പോസ്റ്റാണ് ഉമ്മയെ കുറിച്ചിട്ട്. ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികള് അവരുടെ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ ഇട്ടു, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഉമ്മയെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് തൊപ്പി പറഞ്ഞതിലേക്ക് തന്നെ പോകാം. തൊപ്പി കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്നില്ല. അതായത് LGBT സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ നമ്മുടെ താല്പര്യങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ടൊരു സംഭവം നടന്നിട്ടുള്ളത്. ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളല്ല. അതെ. അപ്പൊ അയാളെ നിലപാട് വ്യക്തമാക്കണം. അതുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ടാ. ഇനിയിപ്പോ എന്താ പ്രശ്നം? അവര് മോശക്കാരാന്ന് അവര് അങ്ങനെ എന്താ പറയാ ഇത് ഉണ്ടെങ്കിൽ
കയറി വരുമ്പോൾ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ഇറക്കി വിടാം. അങ്ങനെ ചെയ്തില്ലല്ലോ. അവിടെ സ്വീകരിച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് തന്നെ വിട്ടത്. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിയില്ല. വിളിച്ചു വരുത്തി അപമാനിപ്പിച്ചു വിട്ടു എന്ന രീതിയിൽ തന്നെയാണ് ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് മലബാർ ഗോൾഡിന്റെ കച്ചവടം കുറയാനൊന്നും പോകുന്നില്ല. അത് വേറെ കാര്യം. എത്ര നെഗറ്റീവ് പറഞ്ഞാലും അത് പോസിറ്റീവും വലിയ സമയമൊന്നും വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, തുടർന്ന് പറയുന്നത് കേൾക്കാം. ഒരുപാട് കാര്യങ്ങളിൽ വലിയ ധാരണ ഇല്ല, പറയുന്നത് കുറെ തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട് ആൾക്കാർ. ചില ആൾക്കാർ LGBT സപ്പോർട്ട് ചെയ്യുന്നില്ല, ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ജീവിക്കട്ടെ. അവര് അവര് പോയി ചാവാൻ പറയാൻ നമ്മളെ ആളല്ല, മനസ്സിലാവും. നമ്മൾ എന്തായാലും LGBT സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്ന് വിചാരിച്ച LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആരെയും നമ്മൾ അടുപ്പിക്കൂല, അങ്ങനെയല്ല. ആ ഒരു ആശയം നമുക്ക് അത്ര ദഹിക്കുന്ന സംഭവമല്ല. അത് പോയിന്റ്, ഇതാണ് പോയിന്റ്. അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, അവരപ്പോ നമ്മൾ തല്ലി കൊല്ലാൻ നിൽക്കണ്ടല്ലോ എന്നുള്ളത് കറക്റ്റ് പോയിന്റ് ആണ്. പിന്നെ തൊപ്പി നമ്മളെ പോലെ തന്നെ, നമ്മൾ കോമണേഴ്സ് ആണല്ലോ, അവരെ പോലെ തന്നെ അദ്ദേഹവും ഇഷ്ടപ്പെടുന്നില്ല ഈ വിഷയത്തെ. LGBT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അടുപ്പിക്കില്ല എന്നൊന്നും പറയുന്നില്ല, എന്നാൽ പോലും നമുക്ക് അതിനോട് താല്പര്യമില്ല. ഇത് തന്നെയാണ് പല ആളുകളും പറയാൻ മടിക്കുന്ന കാര്യം, പറയാൻ ധൈര്യമില്ല എന്നുള്ളത്. ഇത് കൃത്യമായി പറഞ്ഞു, അത്രേ ഉള്ളൂ. അതായത് ഈ ഗേ ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്തോ എടാ, ഇങ്ങനെ ഒരാളെ ഇതല്ലടാ, ഒരാളെ കാഴ്ചപ്പാടല്ല, മനസ്സിലാവും. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ മുസ്ലിമാണ്, റാംബോ ഹിന്ദുവാണ്, റാംബോ ജീവിക്കുന്നത്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇതും കാണുന്നുള്ളൂ, മനസ്സിലാവും. എന്ന് വിചാരിച്ചിട്ട് ഇവരോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല, മനസ്സിലാവും. ഇവര് ജീവിക്കട്ടെ, വാട്ടവർ. പക്ഷെ നമുക്ക് അതിനോട് ഇതില്ല, യോജിപ്പില്ല, അത്രേ ഉള്ളൂ. ഫൈസൽക്കാക്ക് അവരോട് യോജിപ്പില്ല, അയാളെ നിലപാട് അയാളെ വ്യക്തമാക്കി. അതിലെന്താ പ്രശ്നം? ഓക്കെ, അത് പ്രശ്നം താങ്കൾക്ക് മനസ്സിലായില്ല. ഇവരോട് താല്പര്യം ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ ക്ഷണിച്ച താങ്കൾ പറഞ്ഞ പോലെ തന്നെ വന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ അവർ ഒഴിവാക്കായിരുന്നു. വന്ന് അവർ ഭക്ഷണം കഴിച്ചു, ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നു. അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ നെഗറ്റീവ് കാരണം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ആ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കമന്റുകൾ ഇടുന്നതോ അല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾക്ക് തിരിച്ചൊരു മറുപടി കൊടുത്താൽ മതി. ഞാൻ വിളിച്ചു വന്നതല്ല, അത് എങ്ങനെയോ പറ്റിപ്പോയത്, അങ്ങനെ അവരോട് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ കേരള സമൂഹത്തിനോട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം ഇട്ട് കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ LGBTQ എതിരെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, അവര് വീണ്ടും പൊന്തി വരും. എതിർക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പച്ചക്ക് പറയാൻ ധൈര്യം കാണിക്കൽ തുടങ്ങി. അതാണ് LGBTQനെ ഞങ്ങൾക്ക് താല്പര്യമില്ല, എന്നെ പോലെ തന്നെ. പക്ഷെ അവരെ നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പോകുന്നില്ല, അവരെ അടുത്തേക്ക് വന്ന് അടിച്ച് ഓടിക്കാനും പോകുന്നൊന്നുമില്ല, അത് വേറെ കാര്യം. വി ഡോണ്ട് സപ്പോർട്ട് LGBTQ. പക്ഷെ അവരോട് ഹെയ്റ്റ് നമുക്കില്ല, അത്രേ ഉള്ളൂ. വാട്ടവർ, ജീവിക്കട്ടെ. എനിവേസ്, അപ്പൊ അതാണ് ആദില നൂറ ഇഷ്യൂ. പിന്നെന്ന് വെച്ചാ എന്താ പറയാ, എടാ ഇതെന്താ മെയിൻ സംഭവം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ശരിക്കും പറഞ്ഞ ആദില നൂറനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ബിഗ് ബോസിൽ നൂറെല്ലാം കണ്ടപ്പോ എനിക്ക് ഭയങ്കര മനസ്സിലായി, നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെ. പക്ഷെ ഞാൻ ഭാവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, മനസ്സിലാ. നാളെ എനിക്ക് കുട്ടികളെല്ലാം ഉണ്ടാവേണ്ടതാണ്, മനസ്സിലാവും. അവരെല്ലാം ഇവരെ നോക്കി. ഞാൻ സത്യം പറഞ്ഞ ഈ തെറി വിളിക്കുന്നതും ഞാൻ പണ്ട് ഈ തെറി വിളിക്കുന്ന കാര്യങ്ങളും ഞാൻ ഇങ്ങനെ അത് ചെയ്യുന്നു, കുട്ടികളെ വഴിതെറ്റിക്കുന്നെല്ലാം പറയുന്നില്ലേ. ശരിക്കും പറഞ്ഞാ എന്താണ് ശരിക്കും കുട്ടികൾ വഴിതെറ്റാൻ കാരണമാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കും. ഇത് പോയിന്റ് മോനെ, ഇതിന് കൊടുക്കണം 100% മാർക്ക്, അത്രേ ഉള്ളൂ. ഞാനവരെ കണ്ടു, ഇഷ്ടപ്പെട്ടു, സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ നാളെ എനിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇദ്ദേഹം ഒരുപാട് തെറികൾ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികളെ വഴിതെറ്റിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കാര്യങ്ങളെ നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നു? ഇത് പോയിന്റ് തൊപ്പി മോനെ, ഇത് പോയിന്റ്. ഇതാണ് ആളുകളിലേക്ക് എത്തേണ്ടത്, ഇതാണ് ആളുകൾക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ്. LGBTക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാം, സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരിക്കലും നോർമലൈസ് ചെയ്യരുത്. സ്വന്തം ജീവിതത്തിലേക്ക് വരാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വിഷയമാണ് ഇത് പോയിന്റ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മനസ്സിലാവും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ശരിക്കും തെറിവിളിയാണോ മോശം, അതോ അത് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, വാട്ടവർ. ഞാൻ ഇപ്പത്തെ ഇതല്ല പറയുന്നത്, ഭാവിയിൽ ഞാൻ പറയാ അതൊരു പ്രശ്നമാവും, മനസ്സിലാവും. അവിടെ എന്തേലും ആട്ടെ, നമുക്ക് ആരെയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനും താല്പര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ അവരെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇവിടെ അടുത്ത് വലിച്ചിടാത്തത്. അല്ലെങ്കിൽ ഓരോ വീട്ടുകാരെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട്, മനസ്സിലായി. ഇതിന്റെ ബാക്കിൽ ആദില നൂറ എന്ന് പറയുന്ന ആൾക്കാരുടെ ബാക്കിൽ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇവരെ വീട്ടുകാരുമായിട്ടുള്ളതും അവരെ നാട്ടുകാരതും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഈ പേഴ്സണലി ഇതൊന്നും എടുത്തിടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ആരോടും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പം
സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട വാട്ടവർ. അത്രേ ഉള്ളൂ. നല്ല സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൽ തന്നെയാണ് എല്ലാവരും നിൽക്കേണ്ടത് എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. മനുഷ്യത്വം എന്നൊരു സാധനമാണ് അല്ലെ, അവരാകെ നാണം കെട്ട് എന്നൊരു സാധനം വെച്ചുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പക്ഷെ ഇവരുടെ പഴയ ലൈവുകളൊക്കെ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പ്രചോദനം ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ വന്ന് കമന്റ് ഇടുന്നത് അവർ വായിക്കുന്നുണ്ട് അവരുടെ ലൈവിലൊക്കെ തന്നെ. അതായത് നിങ്ങളെ കണ്ടാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് ലക്ഷ്മിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണെന്നുള്ളതാണ്. ഇതൊന്നും നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവർക്ക് നമ്മുടെ അംഗീകാരം വേണ്ട, സംഭവം ശരിയാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങൾ അത് ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നതാണ്, വേറെ ഒന്നല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ ആക്കാം, നമ്മളെ വ്യൂവേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ LGBT സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് നോക്കാം. നമ്മളെ വ്യൂവേഴ്സ് എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യണേ. എവറിബഡി റൈറ്റ് ഡൗൺ വോട്ട് 50-50. നോ സപ്പോർട്ട്. ഞാനൊരു 50-60% അങ്ങോട്ടും ഇങ്ങോട്ടും 90%. ഓക്കെ മക്കളെ, 90% ആളുടെ പോളില് ആളുകൾക്ക് ഈ വിഷയം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പോൾ ചെയ്തിട്ടുള്ളത്. LGBT-ക്കിന് എതിരാണ് അവര്, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. എനിക്കും അത് തന്നെ പറയാനുള്ളത്. LGBT എന്ന് പറയുന്ന സംഭവത്തിനെ നമുക്ക് വീട്ടിൽ വിളിച്ച് കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ, ആ ഒരു സംഭവം നമുക്ക് ഒരാളെ ക്ഷണിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾ അങ്ങനെ അവര് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പച്ചയായ മനുഷ്യന്മാരാണ്, ഈ പ്രകൃതിക്ക് ഒരു നിയമം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. പിന്നെ ചില ആളുകളുടെ കമന്റ് ആണ്, അതായത് ഇതൊരു എന്താ പറയാ ഒരു വൈകല്യം പോലെ വരുന്നതാണ്, ജന്മന അങ്ങനെയാണെന്നുള്ളതൊക്കെ. +2 പഠിക്കുന്ന സമയത്താണ് ആദില ആ ഒരു നൂറയെ കാണുന്നതും നൂറയെ പ്രപ്പോസ് ചെയ്ത് നൂറയെ വളച്ചു വീഴ്ത്തി എന്നാ പറയുന്നത്. ഞാനൊരു ലെസ്ബിയൻ ആണെന്ന് ആദില പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നൂറ പറഞ്ഞൊരു വാക്കുണ്ട്, വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു ആൺകുട്ടിയുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു കഴിഞ്ഞാലല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞാനൊരു ലെസ്ബിയൻ ആണോ അല്ലെങ്കിൽ ഞാൻ ഇന്നതാണോ എന്ന് എനിക്കറിയില്ല എന്ന് കൃത്യമായി നൂറ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പല ആളുകൾ കമന്റ് ഇടുന്ന കാര്യം അത് തന്നെയാണ്, ആദിലയാണ് അത്, നൂറയല്ല അത് എന്നുള്ളത്. അത് അവരായി അവരെ പാടായി. പക്ഷെ ഇതൊരു നോർമലൈസ് ചെയ്യുന്ന ഒരു വിഷയമായിട്ട് നമ്മൾ വരും കാണുന്നില്ല. നമ്മുടെ മക്കൾ അങ്ങനെ ആവണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്.